എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, മലയ്ക്ക് പോകാൻ മാലയിട്ട് വന്നിട്ട് പാവം ആദർശിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ആകെപ്പാടെ സങ്കടം തോന്നുന്നു പറയണ. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്താണെങ്കിലും അവരുടെ നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് അല്ലേ ദേവേനി മുടക്കിയെന്ന് പറയണം. അത് ശരിയാ, എത്ര കിട്ടിയാലും ദേവേനി പഠിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഇനിയിപ്പൊ ദേവേനി പഠിക്കണമെങ്കിൽ അവൾക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയാൽ മാത്രമേ അവൾ പഠിക്കുള്ളൂ വസുന്ധരേന്ന് മുത്തശ്ശൻ പറയാണ്. അത് ശരിയാ, അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, അവരുടെ നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് അല്ലേ മുടക്കിയത്. കുട്ടികൾ രണ്ടുപേരും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഈ സമയം അടിച്ചു പൊളിച്ച് കഴിയേണ്ട സമയമല്ലെന്ന് ചോദിക്കും. മുത്തശ്ശൻ പറഞ്ഞു, അത് എൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ അവരുടെ ട്രിപ്പ് മുടക്കിന്ന് പറയാം. എത്ര നാൾ അവൾക്ക് ഇങ്ങനെ മുടക്കി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു കാരണവശാലും അതങ്ങനെ സംഭവിക്കില്ല. കുറച്ചാൾ കഴിഞ്ഞോട്ടെ, മിക്കവാറും തന്നെ അമ്മയ്ക്ക് നേരെ തിരിയൂന്ന് പറയണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ. കാരണം ദേവേനയുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ദേവേനയെ ആദർശ് തള്ളിപ്പറയുമെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, മിക്കവാറും ഈ 40 ദിവസത്തെ വ്രതം എടുത്തു കഴിയുമ്പോൾ ദേവേനി മിക്കവാറും അടുത്ത അടവുമായിട്ട് വരുമെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ വരട്ടെ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവേനി എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാനായിട്ട് പോകുന്നേ. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയത്. പക്ഷെ ഇനിയിപ്പൊ അങ്ങനെയല്ല. കാരണം ഇനിയെങ്കിലും നയനമോളെ അവൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ആ സമയം അനാമിക രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. രേവതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അമ്മേ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന് പറയണം. മോളെ നീ ഒന്ന് സമാധാനിക്കുക. അമ്മ എങ്ങനെ സമാധാനിക്കുമെന്ന് പറ. ഇന്ന് അവൾ എന്റെ മുഖത്ത് നോക്കിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ വെല്ലുവിളിച്ചേ, എന്നിട്ട് കണ്ടില്ലേ അവൾ എല്ലാരും വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാല് മാറിയത് അങ്ങോട്ട്. എനിക്കറിയാം അവള് പഠിച്ച കള്ളിയാന്ന് മനസ്സിലായി. അതാ മോളെ, നമ്മളെക്കാളും വലിയ പഠിച്ച കള്ളിയാ അവള്. അവളെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവളെ ആ അഭിനയം തമ്മിൽ തെറ്റിക്കണം. അവരെ തമ്മിൽ തെറ്റിക്കാനൊന്നും ഇല്ലെന്നോ തോന്നേ. അവർ തമ്മിൽ നേരെ ചൊവ്വ സംസാരിക്കുന്ന പോലും ഇതിലായിട്ടും കണ്ടിട്ടില്ലെന്ന് പറയാം. ഈ ആദർശയും നയനെ പോലെയൊന്നും അല്ല, ഇതുവരെയായിട്ടും അവർ തമ്മിൽ വലിയ അടുപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. അല്ലെങ്കിലും ഈ അഭി എന്ന് പറയുന്നതിന് അതിന് താല്പര്യം ഒന്നും ഇല്ലെന്ന് തോന്നുന്നത് അവളോടെന്ന് പറയാം. അത് ശരിയാ, അതെനിക്കും തോന്നിയ കാര്യമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതുകൊണ്ട് കൊഴിപ്പിക്കണം. അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞും കൂടി ഇല്ലാതായാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കും. പിന്നെ അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അറിയാലോ, അവൾക്കിട്ട നയനക്കിട്ട് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് പറയാം. അമ്മ എന്താ ഉദ്ദേശിച്ചേ? അല്ല, അവൾ ഈ വീട്ടിലെ എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുമല്ലേ, മുത്തശ്ശനെയും അവളെ അതുപോലെ തന്നെ ഇവിടുത്തെ ആണുങ്ങളെല്ലാം കയ്യിലെടുത്തിരിക്കുമല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുത്തശ്ശനെ അവളിൽ നിന്ന് അകറ്റുക ചെയ്യണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളൊക്കെ മോള് മെനയണമെന്ന് പറയാം. അവൾക്കിട്ടൊരു വെട്ടിന്റെ പണി കൊടുക്കണം. അതറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അവള് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കിയല്ലേ വലിയ ആള് കളിക്കുന്നേ. അവള് ഫുഡ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് വല്ല ഉപ്പ് വാരി വിടുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മോളെ. 2-3 ദിവസം അടുപ്പിച്ചായി കഴിയുമ്പോഴത്തേനും എല്ലാരും അവളെ കുറ്റം പറയാൻ തുടങ്ങിക്കോളൂ. പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. അമ്മ കള്ളത്തരം പിടിക്കപ്പെടുവോ? എങ്ങനെ പിടിക്കപ്പെടാനാന്ന് പറ മോളെ. ഒരു കാരണവശാൽ അങ്ങനെയൊന്നും നടക്കത്തൊന്നുമില്ല. അവൾക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണി കൊടുത്തോണ്ടിരിക്കണം. അവസാനം ഈ വീട്ടിലുള്ള അല്ല അവളുടെ ഫുഡ് വെറുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണം എന്ന് പറയാം. അതൊക്കെ ശരിയാണ്. പക്ഷെ മുത്തശ്ശനെയും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം. അവരെ വെറുപ്പിക്കാനായിട്ട് എളുപ്പ. ഇനിയിപ്പം അവളല്ലേ ഗുളികകളെല്ലാം എടുത്തു കൊടുക്കുന്നേ. ഗുളിക അങ്ങോട്ട് മാറ്റി വെച്ചാലോ? അതൊന്നും ശരിയാകത്തില്ലമ്മേ. കാരണം അവൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ ഗുളികളാ എപ്പോഴൊക്കെയാ കൊടുക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം. അല്ല, കവറ് മാറ്റി വെച്ചാൽ പോലും അവളല്ലേ എടുത്തു കൊടുക്കുന്നത്, അവൾക്ക് അറിയാലോ എന്ന് പറയാം. അപ്പൊ അത് പറ്റില്ല. പക്ഷെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, നിന്റെ അച്ഛൻ്റെ നാളും പോയിട്ടുണ്ടല്ലോ, രണ്ടും കൽപ്പിച്ച് അച്ഛൻ പോയേക്കുന്നേ. അതുകൊണ്ട് എന്താണെങ്കിലും തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും അവർക്കിട്ടുള്ള 8ന്റെ പണിയായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് മോളിപ്പോ സമാധാനത്തോടെ മുറിയിലേക്ക് പോകാൻ പറയാണ്. ആ സമയം ദേവേനയുടെ ജയൻ ചോദിച്ചു, അല്ല ആദർശം കിടക്കാൻ പോയെന്ന് ചോദിക്കണം. പോയി. അല്ല നയനമോളോ? അത് ഞാൻ നോക്കിയില്ല, അവളാ താഴെ എങ്ങനെ പോയി കിടക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം. താഴെയോ? അതെന്താ താഴെ? അല്ല, അത് പിന്നെ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടേക്കുമല്ലേ. ആഹാ, അത് കൊള്ളാലോ. മലയ്ക്ക് പോവാൻ മാല ഇട്ടെന്നോർത്ത് മുറി കിടന്നാൽ എന്താ നയനമോക്ക് കുഴപ്പം? ഓഹോ, അപ്പൊ നീ എന്താ ഇവിടെ വന്നിടക്കും, നിനക്ക് ഇവിടെ കിടക്കാം. പിന്നെ എന്താ നയനമോക്ക് മുറി പോയി കിടന്നാലും ചോദിക്കും. അത് പിന്നെ അവരിപ്പോ ചെറിയ പ്രായമൊക്കെ അല്ലേ എന്നും പറഞ്ഞോണ്ട് എന്താ മലയ്ക്ക് പോവാൻ മാല ഇട്ട് കഴിഞ്ഞാൽ അവിടെ പോയി കിടക്കത്തില്ലെന്നുള്ളോ? അവർക്കറിയാം, അവർ കുഞ്ഞു പിള്ളേരൊന്നും അല്ലല്ലോ. അവർക്ക് ശരീരം നോയുമ്പും അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നയനമോൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നയനമോളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അവരൊക്കെ മലയ്ക്ക് പോകാൻ മാല ഇട്ടുള്ളല്ലേന്ന് ചോദിക്കും. നീ ഇനി പ്രത്യേകിച്ച് അവരെ
പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. സത്യം പറ, നീ എന്തേലും നയനമോളോട് പറഞ്ഞോ ഇനി ആ മുറിയിൽ എങ്ങനെ പോയി കിടക്കല്ലെന്നോ മറ്റോ എന്തേലും? പിന്നെ എനിക്ക് അതിനല്ലേ സമയമെന്ന് ദേവയാനി പറയാം. എന്തോ ജയന് നല്ല സംശയങ്ങളൊക്കെ തോന്നി. ആള് ദേവയാനിയാണ്. അപ്പൊ ദേവയാനി എന്തേലും കുറുക്ക് വഴിയും തന്ത്രങ്ങളും മെനയാതിരിക്കത്തില്ല. അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ശബരിമല ഇത് തന്നെ പ്ലാൻ ചെയ്ത് തന്നെ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ തന്ത്രങ്ങൾ മെനഞ്ഞു കാണുമായിരിക്കും. ഇവളായിരിക്കും ഇതിന്റെ പിന്നിൽ ജയന് തോന്നുന്നുണ്ട്. പക്ഷെ ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പറഞ്ഞാലും തലയ്ക്കകത്തേക്ക് ദേവേനിക്ക് കയറത്തില്ല. ദേവേന പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല. വീണ്ടും തല ഇറങ്ങാൻ തുടങ്ങുന്നുണ്ടെന്ന് പറയണം. അതെ, പകലും ഇതുപോലെ തന്നെയായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. ഏയ് വേണ്ട, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തലയിറക്കം ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം. ചിലപ്പോൾ പ്രഷറിന്റെ വല്ല കുഴപ്പമാണെന്ന് അറിയത്തില്ലോ എന്ന് പറയാം. അതറിയത്തില്ല. ഏതാ ഏതെങ്ങനെയാ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടോ? മനുഷ്യനാകെ ടെൻഷൻ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടും ചെയ്യാൻ പറഞ്ഞു, നിനക്കിപ്പോ എന്താ ദേവേനി ഇതിന് മാത്രം ടെൻഷൻ ഇരിക്കുന്നേ? ഓ, നീ മറ്റുള്ളവർക്കല്ലേ ടെൻഷൻ ഉണ്ടാക്കണമെന്ന് നിൽക്കും. അതെ അതെ, ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയേട്ടന് ഒരു പുച്ഛഭാവമാണല്ലോ എന്ന് പറയണം. നീ കൂടുതലൊന്നും പറയാതെ കിടന്നുറങ്ങാൻ നോക്കാൻ പറയാണ്. ആ സമയം ജലജ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ മുറിയിലേക്ക് പോണ സമയത്ത് അബി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അബീനെ കണ്ടതും ജലജ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അല്ലടാ നീ പോയി കിടന്ന് ഉറങ്ങുന്നില്ലേന്ന് ചോദിക്കും. ഉറങ്ങാൻ പോണമ്മേ. അതെങ്ങനെയാ മുറിയിലേക്ക് ചെന്ന് അവളുടെ മുഖം കാണല്ലോ എന്ന് ഓർക്കുമ്പോ മുറിയിലേക്ക് പോകാൻ പോലും തോന്നില്ലെന്ന് പറയാണ്. എടാ മോനെ, അധികം വൈകാതെ കണ്ടു ദേ അവരെ രണ്ടുപേരും ഇവിടുന്ന് ചാടിക്കുന്നു പറയാ. ആര്? എടാ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ കൈ കെട്ടി നോക്കി നിന്നാ മതി. ഒന്ന് തള്ളിക്കൊടുത്താൽ മാത്രം മതി. ഇവിടെ വേറുള്ളവർ വന്നിട്ടുണ്ടല്ലോ. അനാമിക അനാമികയും രേവതിയും അവരുടെ അമ്മയൊക്കെ എന്തായാലും നല്ല പണിയായിട്ടാ വന്നിരിക്കുന്നു പറയാണ്. ആർക്ക്? എടാ മോനെ, അവൾമാരെ കണ്ണെടുത്താ കാണത്തില്ലടാന്ന് പറയാണ്. എന്താണെങ്കിലും നമുക്ക് ചേരുന്ന പാർട്ടിയാ വന്നിരിക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കനെന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കണക്ക് അനാമികമോളും രേവതിയൊക്കെ പുതിയ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട് ആ പായസത്തിനകത്ത് അവരാണോ എന്തെങ്കിലും കലക്കിയെന്ന് വയറ് കേടാക്കാനായിട്ട്. പക്ഷേങ്കില് ആ തിരിച്ച് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ചാൻസ് കൂടുതലെന്ന് പറയണം. ഇത് കേട്ടതും അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീക്കാമെന്ന് പറഞ്ഞു. അത് ശരിയാ, ഇത്രയും കാലം നമുക്കിവിടെ ഒരു സപ്പോർട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല ഒന്നാമത്തെ ഒരു സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പൊ അനാമിക മോള് എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ആരും അവളെ ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. അതിപ്പം അവര് ദേവയാനി ആണെങ്കിലും ജാനകി ആണെങ്കിലും എല്ലാം അനാമികകളുടെ പക്ഷത്തല്ലേ. അതുകൊണ്ട് അവരൊന്നും ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിന്റെ മുത്തശ്ശന്റെയും കാര്യമുള്ളൂ. അത് പിന്നെ കുഴപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും പറ്റിയ കൂട്ടാ വന്നിരിക്കുന്നത്. നമുക്ക് അവരോടൊപ്പം നിൽക്കാടെ മോനെ. അവരോടൊപ്പം നിന്ന് ഓരോന്നൊക്കെ ചെയ്യിക്കാം. പക്ഷെ അവസാനം നമുക്ക് അവിടെ കാല് വാരണമെന്ന് പറയാം. എങ്ങനെ? എടാ എല്ലാത്തിനും നമുക്ക് കൂട്ടു നിൽക്കണം. കൂട്ടി നിന്നിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണൻ പറഞ്ഞോണ്ട് അങ്ങോട്ട് മാറി നിന്നാ മതിയല്ലോ. കുറ്റമല്ല അവളുടെ തലയ്ക്ക് ഇരിക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അല്ലെങ്കിലും അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം ആ നാമയെ കിട്ടും. അവൾക്ക് ഇത്തിരി അഹങ്കാരമുണ്ട്. അവള് വലിയ വീട്ടിൽ നിന്നാ വന്നേ, ഭയങ്കര ക്യാഷ് ഉള്ളത്തെയാന്ന്. അപ്പൊ അവളുടെ അഹങ്കാരത്തിനും കൂടെ ഒരു പണി കൊടുക്കണ്ടെന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നല്ല പണി കൊടുക്കണമെന്ന് പറയാണ്. അതെ, ഒരു കാര്യം ചെയ്യ, നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ്. അമ്മേ ഞാന് എടാ നീ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ ആദ്യം പോയി നവ്യേനെ കയ്യിലെടുക്കാൻ നോക്ക്. അവളെ കയ്യിലെടുക്കും ആദ്യം വേണ്ട. അവളാണെങ്കിലോ എന്നെ ആകെപ്പാടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വെച്ചേക്കൂടാ. ആ വീഡിയോസ് പുറത്ത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവളുടെ ഫോണിനകത്തുള്ള വീഡിയോ ഉണ്ടല്ലോ അതെങ്ങനെയാലും എടുത്ത ഫോൺ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കാൻ പറയണം. അതിനമ്മേ അവൾ ആ ഫോൺ തന്നിട്ട് വേണ്ടേന്ന് ചോദിക്കുക. അത് ശരിയാ, പക്ഷെ നീ എങ്ങനെയല്ല ഫോൺ അടിച്ചു മാറ്റിയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ വീഡിയോ വെച്ച് അവളെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായെന്ന് പറയണം. ഞാൻ നോക്കട്ടെ എന്നൊക്കെ അഭി പറയണം. പിന്നീട് അഭി മുറിയിലേക്ക് ചെല്ലുവാണ്. അഭി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നവിയെ ഫോണിനകത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അഭിയെ കണ്ടതും നവി ചോദിച്ചു, എന്ത് പറ്റി ഈ തവണ മാല ഇട്ടേക്കാന്ന് വെച്ചാൽ അതും ഇത്ര നേരത്തേന്ന് ചോദിക്കുകയാണ്. അഭി നന്നായിട്ടും കൂടെ അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇവളെ എങ്ങനെയും കയ്യിലെടുത്തല്ലേ മതിയാവുള്ളൂ. അഭി പറഞ്ഞു, അത് പിന്നെ നീ ഗർഭിണിയല്ലേ, അപ്പൊ നിനക്കും കുഞ്ഞിനും നല്ലത് വരാൻ വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞിന്റെ ആപത്തും കൂടാതെ പുറത്തു വരാൻ വേണ്ടിട്ടാന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? അപ്പൊ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിട്ടല്ലേ അഭി ഇത്തവണ നേരത്തെ മാല ഇട്ടിരിക്കുന്നല്ലേ നീക്ക്? അതെ, കാരണം മുമ്പൊക്കെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാരണം നീ മാത്രമല്ല ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ. അങ്ങനെയാണെങ്കിൽ ദേ ഈ തറവാടിന്റെ അടുത്ത അവകാശമല്ലേ വരാൻ പോണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യ ചോദിച്ചു, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോന്ന് ചോദിക്കും. പിന്നില്ലാതെ ഇപ്പോഴല്ലേ എനിക്ക് തെറ്റൊക്കെ ബോധ്യമാന്നേ. നമ്മൾ മലയ്ക്ക് പോകാൻ മാറിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ
മനസ്സ് ശരീരം ശുദ്ധമായിരിക്കണം എന്നാ പറയണേ. നമ്മുടെ മനസ്സിൽ വേറെ വിദ്വേഷങ്ങളും കാര്യങ്ങളും ഒന്നും പാടില്ലെന്ന്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഞാൻ ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുവാന്ന് പറയാം. ഇത് കേട്ടെന്ന് അഭി ചോദിച്ചു, അതിനിപ്പം അഭിക്ക് എന്താ വിഷമങ്ങളുള്ളതെന്ന്. ഓ, മനുഷ്യനല്ലേ, വിഷമങ്ങളൊന്നും ഇല്ലായിരിക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്കാണെങ്കിൽ കമ്പനിയിൽ ഒരു വിലയില്ലല്ലോ. കണ്ടു, ഈ നോയമ്പെല്ലാം എടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പം ഞാൻ എന്താണല്ലോ ഒരു പുതിയ മനുഷ്യരായിരിക്കും എന്ന് പറയാം. ഇത് കേട്ട നവ്യ അങ്ങനെയാണെങ്കിൽ അഭിക്ക് കൊള്ളാന്ന് പറയണ. നവിക്ക് പിന്നെ ഒരു സംശയം ഉണ്ടായ മനസ്സിലായി, ഇവൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണോ അതോ ഇനി ഇപ്പൊ എന്തേലും ഊടായ്പ പറയുന്നതാണോ. അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ മുഖം കണ്ടിട്ട് അവൻ ഊടായ്പ പറയുന്നതാണെന്ന് തോന്നില്ല. പിന്നീട് നവ്യ പറഞ്ഞു, ഇത് അഭി ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണ. പിന്നീട് നവ്യ അടുത്തേക്ക് അഭി വന്നിട്ട് പറഞ്ഞു, സത്യമായിട്ട് പറയുന്ന കാര്യമാണ്, ഞാൻ എന്തായാലും നന്നാവാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് എപ്പോഴും പരാതിയല്ലായിരുന്നോ. ഇനിയിപ്പം ഞാൻ എന്തായാലും നോക്കിയിട്ട് ഈ ഒരു മാർഗം മാത്രമേ കാണുന്നുള്ളൂ. അല്ലെങ്കിലും ഇത്രയും നാളെ ഞാൻ നിന്നെ കുറെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ മൈൻഡ് ചെയ്തേ ഇല്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. എന്താണ് 41 ദിവസം കഴിഞ്ഞ് മലയ്ക്ക് പോയിട്ട് വരട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ പോലെ എല്ലാം ഞാൻ സാധിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യനെ ഒന്ന് സോപ്പിട്ട് പതപ്പിച്ച് നിർത്തുവാണ് അഭി. ഈ സമയം അനി ഇങ്ങനെ ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് അനാമിക കയറി വരുന്നത്. അനാമികയാണെങ്കിലോ കട്ട കലിപ്പിലെ മുറിയിലേക്ക് കയറി വരുന്നത്. അനാമികയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല, അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നു. അനാമിക ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഇവിടുത്തെ വല്യമ്മയാണെങ്കിൽ ആദർശാണ് മാത്രമേ നേർച്ച ചേർന്നിട്ടുള്ളൂ, പിന്നെ നീ എന്തിനാ അനി മലയ്ക്ക് പോകാൻ മാല ഇട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അതെ എല്ലാ വർഷവും ആദർശാണ് പോകുന്നതിനൊപ്പം ഞങ്ങളും പോവാനുണ്ടെന്ന് പറയാം. ഓ എന്നും പറഞ്ഞ് നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പൊ നിനക്ക് മാല ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. ഇത് കേട്ടത് അനി പറഞ്ഞു, അതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കണേ, മാല ഇട്ടോണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഓ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. അല്ല നീ ഇപ്പം മാല ഇട്ടാലും മാല ഇട്ടില്ലേലും എല്ലാം കണക്കാന്ന് പറയണം. ധ്യാനാമിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്ന അന്ന് മുതൽ കുറ്റപ്പെടുത്തൽ തുടങ്ങിയതാന്ന് പറയണം. എങ്ങനെ കുറ്റപ്പെടുത്തായിരിക്കും, നീ അതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നേ. ഇത്രയും കാലമായിട്ടും നിനക്കാണെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. എങ്ങനെ മനസ്സിലാക്കാനാ, നിന്നെ എനിക്ക് എതിരായിട്ടും പിടി കിട്ടിയിട്ടില്ല എന്റെ അനാമികയെ. നീ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാന്ന് എനിക്ക് തോന്നേ. എന്ത് അല്ല എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ഈ കുടുംബത്തിലേക്ക് കയറി കൂടിയതേ എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ മനസ്സിൽ ചിന്ത എന്താണെന്നറിയാവോ, നിനക്ക് സ്നേഹമൊന്നുമില്ല. നിനക്ക് സ്നേഹം ഈ ഇവിടുത്തെ ഈ സ്വത്തിനോടും അതിനോടൊക്കെയാ, അല്ലാതെ എന്നോടൊരു സ്നേഹമില്ല. എന്നോടൊരു സ്നേഹമുള്ളവളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്നേ. ഈ കുടുംബത്തോട് പോലും നിനക്കൊരു സ്നേഹമില്ല. നിനക്ക് നിന്നോടും നിന്റെ അച്ഛനോടും അമ്മയോടും മാത്രമേ സ്നേഹമുള്ളെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമി പറഞ്ഞു, ആഹാ അപ്പൊ ഞാൻ നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ല, നിന്നെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചല്ലെന്നാ നീ പറയണല്ലേന്ന് ചോദിക്കാം. അല്ല നിന്റെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. നീ ഈ കുടുംബത്തിലുള്ളവരെ തമ്മിൽ തെറ്റിക്കാനല്ലേ അനാമിക നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ പിന്നെ നല്ലവരാണല്ലോ, ഞാൻ ഇവിടെ ആരെ തെറ്റിച്ചെന്നാ പറയണേ. പിന്നെ ഇവിടെ ഉണ്ട് നിന്റെ ഏട്ടത്തിമാരെന്ന് പറഞ്ഞ 2 പേര്. അവരുടെ കയ്യിൽ പത്രം നല്ലതായതുകൊണ്ടാ ഇന്ന് തന്നെ കാണിച്ചു കണ്ടില്ലേ, എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം പായസത്തിനകത്ത് കൊണ്ടുപോയി എന്തോ കലക്കി തന്നെ. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, എന്താണെങ്കിലും എന്റെ നായനടുത്ത് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. എനിക്കിപ്പോ നല്ല സംശയം നിന്നെ തന്നെയാ, നീ ആണോ അങ്ങനെ എന്തേലും പണി ഒപ്പിച്ചേന്ന്, എന്നിട്ട് നിനക്ക് തിരിച്ചു കിട്ടിയതാണോന്ന്. അത് ശരിക്കും ഒന്ന് നോക്കി അറിയാം ആരാ എന്റെ പിന്നിൽ നിന്ന്. ഇത് കേട്ട് ഇനിയിപ്പോ ഹനാബി പറഞ്ഞു, ഓഹോ അപ്പൊ നിനക്ക് എന്നെ അത്രയ്ക്ക് പോലും വിശ്വാസം ഇല്ല അല്ലേന്ന് ചോദിക്കണം. എങ്ങനെ വിശ്വാസം വരാനാന്ന് പറ, നിന്റെ കയ്യിൽ പത്രം നല്ലതല്ലേ എന്ന് പറയണം. ഇനി ഞാൻ നിന്നോട് ഒന്നും മിണ്ടാൻ വരുന്നില്ല, നിന്നോട് മിണ്ടോട് ഞാൻ എന്തേലും പറയുമെന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, അതാ നല്ലത്, മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് എനിക്ക് എന്തായാലും നിന്നെ ചീത്ത പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അനി എന്ത് ചെയ്യണം, അങ്ങോട്ട് പോയി കിടക്കുവാണ്. അനാമയ്ക്ക് അങ്ങോട്ട് കട്ടക്കലിപ്പായി. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ രേവതിയോട് വന്ന് അനാമി ചോദിച്ചു, അല്ല അച്ഛൻ വിളിക്കാൻ പറ്റോ ചെയ്തോന്ന് ചോദിക്കും. ഇല്ല മോളെ, അല്ല അച്ഛൻ എന്തോ അവർക്കിട്ട് പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞു പോയിട്ട് അച്ഛനെ കുറിച്ചൊരു വിവരം ഇല്ലെന്ന് പറയാണ്. മോളൊന്ന് സമാധാനപ്പെട്, എന്താണെങ്കിലും അച്ഛൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നടത്തും എന്നുള്ള കാര്യം നിനക്ക് അറിയാലോ എന്ന് പറയാണ്. അപ്പോഴാണ് അങ്ങോട്ട് വേണുവിന്റെ കാറ് വരുന്നത്. വേണു അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വേണുവിനെ കണ്ടതും രേവതി അനാമികയും പെട്ടെന്ന് വേണുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് ചോദിച്ചു, എന്തായി വെച്ചാൽ കാര്യങ്ങള്, അവൾമാർക്കിട്ടുള്ള പണിക്കുള്ള എന്തേലും കാര്യങ്ങളുമായിട്ടാണ് അച്ഛൻ വന്നിരിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേണു പറഞ്ഞു, അതെ ഞാൻ വെറും കൈയോടെ വരുവാണെന്ന് അറിയാലോ. എന്റെ മോളെ, അവൾമാരെ ആദ്യം വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തെ അടിക്കണമെങ്കിൽ ചില വഴികളൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്ത് വഴി? അതിനുള്ള മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ഒരു പൊടി അങ്ങോട്ട് കാണിക്കുകയാണ്. ഇത് അവൾമാരുടെ കഴിക്കുന്ന ഫുഡിനകത്തോ എന്തെങ്കിലും കലക്കി കൊടുത്താൽ മതി. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ആഴ്ചത്തേക്ക് അവൾമാർ ശരീരം പൊങ്ങാതെ കിടപ്പ് കിടക്കും എന്ന് പറയണം.
ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ അച്ഛാന്ന് ചോദിക്കണം. പിന്നെ നടക്കുകയല്ലേന്നോ. പിന്നെ ഒരു കാര്യം, ഇത് മറ്റാർക്കും കൊടുക്കാതെ പ്രത്യേകം സൂക്ഷിക്കണം, അറിയാലോ. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അനാമിക പൊടി അങ്ങോട്ട് കയ്യിലേക്ക് വാങ്ങുവാണ്. ദേവത ഇപ്പോഴൊരു സമാധാനമായത്. ഇത് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. രണ്ടാഴ്ചയല്ല, എത്ര ദിവസം വേണം അവൾമാർ ഇവിടെ കിടക്കട്ടെ. ആ ഒരു സമയം മതി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനെന്ന് പറയാണ്. കാരണം ഇനി ഇവിടുന്ന് കുറച്ച് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാനുണ്ട്. അതും കൂടെ നടത്തണം എത്രയും പെട്ടെന്ന്. എങ്ങാനും എന്തേലും കാരണവശാല് ഇനിയിപ്പൊ അനാമിക പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലോ. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്ലാനുകളൊക്കെ നടത്തുവാണ് അവര്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. ഇതിന്റെ ഫുൾ വിശേഷം വരുന്ന സമയത്ത് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.